ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ ഓണം സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ സാധാരണയായിട്ട് സദ്യകൾക്ക് കാണുന്ന പല സ്ഥലത്തും പല കാര്യമാണ്. ഉപ്പേരി എന്ന് പറയും, അല്ലെങ്കിൽ ശർക്കര വരട്ടി എന്ന് പറയും. ട്രിവാൻഡ്രത്തൊക്കെ ശർക്കര വരട്ടി എന്ന് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പേരി പറയും. അതെല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിപ്സും ഉണ്ടാവും, പിന്നെ ഈ ഉപ്പേരി എന്ന് പറയുന്ന ശർക്കര വരട്ടി ഇങ്ങനെ ശർക്കരയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചിപ്സാണ്. അപ്പോൾ ഏത്തക്കയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഈ ശർക്കര വരട്ടി പല പ്രാവശ്യം കിച്ചൺ മാജിക്കിലും പാചകറാണിയിലും ഒക്കെ ഫൈനൽസിൽ ഞാൻ അവർക്ക് കൊടുത്ത എന്താ പറയുക, റെസിപ്പി കൊടുത്ത് ചെയ്യാനായിട്ട് കൊടുത്ത റെസിപ്പിയാണിത്. അപ്പോൾ അത് ഒരുപാട് പേര് നന്നായിട്ട് അന്ന് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഞങ്ങൾ സദ്യക്കെല്ലാം, ഇപ്പോൾ കല്യാണ സദ്യ ആണെങ്കിലും എന്താണെങ്കിലും ചടങ്ങുകൾക്കെല്ലാം ഏത്തക്ക വെച്ചിട്ട്, പച്ച ഏത്തക്ക വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 വലിയ ഏത്തക്ക ആണെന്നുണ്ടല്ലോ. ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന മെഷർമെൻറ്റ്. ഈ 4 എണ്ണത്തിനെ ഓരോന്നും നടുക്കിങ്ങനെ മുറിച്ച് രണ്ടായിട്ട് ഇച്ചിരി വലുപ്പത്തിന് കട്ട് ചെയ്യണം. അപ്പോൾ തോടൊക്കെ കളയാം. എണ്ണ തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്, കറയാകാതിരിക്കാൻ ഒരു കയ്യിലൊരു എന്നിട്ട് ചെറുതായിട്ടിങ്ങനെ ഇളക്കാനായിട്ട് വെറുതെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. എന്നിട്ട് നോക്കി കത്തിയുടെ പോയിൻറ്റഡ് ആയിട്ടുള്ള എഡ്ജ് വെച്ചിട്ടിങ്ങനെ തേങ്ങയൊക്കെ പൊടിക്കുന്ന മാതിരി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈസി ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭാഗം ഇളകി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ്. ആദ്യത്തെ ഒരു സെറ്റ് കഴിഞ്ഞാൽ ഇതേ നോക്കി കൈ കൊണ്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കി വിടാം. കണ്ടില്ലേ? എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇടാം. ഇനി ഇതിനെ നമുക്കിനി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം, കറക്കാതിരിക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള കാര്യം ഞാൻ ഇതുപോലെ തന്നെ വൃത്തിയാക്കി തോട് കളഞ്ഞിടാൻ പോകും. ഇപ്പം നോക്കിയേ, ഞാൻ ആ കംപ്ലീറ്റ് ഏത്തക്ക 4 വലുത് ഏകദേശം ഒരു 900 grams 1 കിലോയ്ക്കകത്ത് വരും. ഇപ്പോൾ കണ്ടോ, ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് 2-3 വെള്ളം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ കംപ്ലീറ്റ് കറിയും പോകണം. പിന്നെ ഇനി ഇതല്ല, നമ്മുടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം, അതായത് കാടി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാലും കറ പോകാൻ എളുപ്പമാണ്. ഇത് നോക്കിയേ, ഇതിപ്പോൾ ഓരോന്നിനും ഞാൻ 2 ആക്കി. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കട്ടുണ്ടാക്കിയിട്ട് കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ എത്ര സൈസ് എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എടുക്കേണ്ട ഒരു സൈസ് എന്ന് പറഞ്ഞാൽ, സാധാരണ ചിപ്സാണെങ്കിൽ കനം കുറഞ്ഞാണ്, ഇത് ഇച്ചിരി കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ചില സ്ഥലത്തൊക്കെ കുറച്ചുകൂടി തിന്നാക്കും, ചിലർ കുറച്ചുകൂടി കട്ടിയാക്കും. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് ഈ സൈസ് എടുക്കുക. ഒരുപാട് കട്ടി കുറവുമല്ല, ഓവർ കട്ടിയും വേണ്ട. അങ്ങനെ ഈ സൈസിൽ മുറിക്കുക. പക്ഷേ എല്ലാം ഒരേപോലത്തെ അളവിൽ തന്നെ മുറിക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ ഇത് വറുത്തെടുക്കുമ്പോൾ ഒരുപോലെ വറുക്കാനായിട്ട് അതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ്. ഇനി ഇത് കട്ട് ചെയ്തതും വെള്ളത്തിൽ തന്നെ ഇടാം. വറുക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് വറുക്കാം. പൊളിക്കുന്ന കാര്യങ്ങൾ, അതായത് അതിൻ്റെ തോട് പൊളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ചില ചിപ്സ് കടകളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ അത് ഇതുപോലെയുള്ള പച്ചക്കായല്ല, കുറച്ച് മാറ്റമുണ്ട്. അത് ഒരു ദിവസം ഉറയിലിട്ട് കായാണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ അത് ഈ ഒരു ടൈപ്പ് അത്രയും പച്ചയായിരിക്കില്ല. എന്നാൽ പഴുത്ത പഴമല്ല, ആ ഉറയിലിട്ട പഴമാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇളക്കിയാൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ പച്ചക്ക കറക്റ്റായിട്ട് നമ്മൾ തോട് കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഞാൻ കാണിച്ചു തന്നല്ലോ, ആ മെത്തേഡ്. ആ രീതിയിൽ തന്നെ അങ്ങനത്തെ ഷേപ്പിലുള്ള പീസസ് ആക്കി ഇത് വെള്ളത്തിൽ 2-3 വെള്ളം ഞാൻ ഇടയ്ക്ക് മാറ്റി നന്നായിട്ട് കഴുകി നല്ല ഫ്രഷ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കറവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും, ഇനി നമ്മളിതൊന്ന് വറുക്കണം. അപ്പോൾ എല്ലാത്തിനും ഒരു ടെക്നിക്കുണ്ട്. വറുക്കുന്ന കാര്യത്തിലാണെങ്കിലും ചില ചെറിയ പൊടിക്കൈകളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇങ്ങനത്തെ പലഹാരങ്ങൾ, വറവലുകൾ ഒക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് തനതായ രുചിക്ക് നല്ലത്. കാര്യം നമ്മുടെ സദ്യവട്ടങ്ങളുടെ കൂടെ വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാൻ പോകും. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. നമുക്ക് വറുത്ത് കോരാൻ ആവശ്യമുള്ള എണ്ണ. ഇനി ഇത് നന്നായിട്ട് ചൂടാകട്ടെ.
ചൂടായി കഴിഞ്ഞിട്ടാണ് കായിട്ട് വറുക്കേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു അരിപ്പയിലേക്ക് അരിച്ചു മാറ്റും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഞാൻ ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി ഇതാണ് നമ്മൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇത് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു എന്താ പറയുക, മുകളിലേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. ആ സമയം തീ നല്ലോണം കുറയ്ക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ടാണ് വറുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മുരിയണം, ഉൾഭാഗവും വേകണം. പുറമേ മാത്രം ചുമന്നിട്ട് കാര്യമില്ല, ഉൾഭാഗം നന്നായിട്ട് വേകണം. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഈർപ്പമൊക്കെ ഒന്ന് മാറിയിരിക്കട്ടെ. അപ്പോൾ അതൊരു സൈഡിൽ ഇപ്പുറത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കും. അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോയാൽ മതി. ഇതൊരു വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും നമുക്ക് ഓണമൊന്നും വലുതായിട്ടില്ല എന്നുള്ള അറിയാം. എങ്കിലും നിങ്ങൾക്കൊരു ശർക്കര വരട്ടി കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ കടയിൽ പോയി വാങ്ങണ്ട, വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ചൂടായി കിടന്ന എണ്ണയിലേക്കാണ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അല്പസമയം വെയിറ്റ് ചെയ്തു, എന്നിട്ട് തീ കുറച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചിപ്സ് എല്ലാം മേളിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് മതിയാവും. അപ്പോൾ ഒരടുപ്പിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഒരു 3/4 കപ്പ്, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഉരുകാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം, അതായത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ. ഓക്കെ, അത്ര മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുകിയിട്ടൊന്ന് അരിച്ച് റെഡിയാക്കി വയ്ക്കാം. അഴുക്കില്ലാത്ത ശർക്കര ആണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അറിയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ശർക്കര എങ്ങനെയാണെന്ന്. അതുകൊണ്ട് മാത്രം നമ്മളൊന്ന് ഉരുക്കി അരിച്ചിട്ട് ഉപയോഗിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ അത് വറ്റാനായിട്ട് കൂടുതൽ സമയം എടുക്കും. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എടുക്കാറായി ഏകദേശം, അതായത് നമ്മളൊന്ന് നന്നായിട്ട് മൂത്തു എടുക്കാറായി വരുന്ന ഈ ഒരു സമയത്ത് ഒരു എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാനൊരു കാര്യമാണ് ഒരല്പം വെള്ളം. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് അടങ്ങാനുള്ള സമയം കൊടുക്കുക. എന്നിട്ടൊരല്പ സമയം കൂടി മൂപ്പിക്കുക. എന്നിട്ട് തീ കൂട്ടിയിട്ട് മൂപ്പിച്ച് എടുക്കണം. അപ്പോൾ കോരുന്ന സമയത്ത് നല്ല തീ ഉണ്ടാകണം, ആ ചെറിയ തീ മാറ്റണം. അപ്പോൾ ഇനി നമ്മൾക്ക് വേണമെങ്കിൽ തീ കുറച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് അതിനകത്ത് കംപ്ലീറ്റ് വറ്റി. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ ആവി അങ്ങോട്ട് കയറും. ആ ആവി കയറിയിട്ട് ഈ ചില ടൈപ്പ് ഓഫ് കായൊക്കെ ആണെങ്കിൽ പുറമേ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാകും, ഉൾഭാഗം പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കളറിലെ അരിയില്ലേ, ആ അരിയുടെ അകഭാഗമൊക്കെ മൂത്തിട്ടുണ്ടാവില്ല, നമ്മളത് പിന്നെ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടഞ്ഞ് അതിൻ്റെ ആവിയും കൂടി ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് എന്തായാലും ഉള്ളും നന്നായിട്ട് മൂത്ത് കിട്ടും. അപ്പോൾ നല്ല പച്ചക്കായാണ് എപ്പോഴും നല്ല, വിളഞ്ഞു പോയാൽ മൂക്കാൻ വലിയ പാടാണ്. കേരളത്തിൻ്റെ വെളിയിൽ നിന്നൊക്കെ ഏത്തക്ക വരാറുണ്ടല്ലോ. അപ്പോൾ ചില ടൈപ്പ് ഓഫ് കായ ആ കറുപ്പ് ഭാഗമൊക്കെ അത്ര മൂക്കാൻ പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. പക്ഷേ ഇങ്ങനെ ചെയ്താലൊരു എക്സ്ട്രാ ഗ്യാരണ്ടിയാണ്. ഇനി അവസാന ഭാഗം എത്തിക്കഴിഞ്ഞു, നന്നായിട്ട് തീ കൂട്ടി കൊടുക്കുക, സാരമില്ല. ഇനി എല്ലാം പാകത്തിന് മൂത്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ പൊട്ടലും ചുറ്റലും എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ആവിയെല്ലാം കയറി ഉള്ളിലേക്കും ഒക്കെ പോയിട്ട് ഇനി ഒന്ന് മുരിഞ്ഞ് കിട്ടും. എന്നിട്ട് കോരുന്നതിന് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ല ചൂടിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു കിലുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുള്ളൂ. ആ കിലുങ്ങുന്ന ശബ്ദം കേട്ട് തുടങ്ങിയിട്ടാണ് വെള്ളം കുടയുന്നത്. അപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. സാധാരണ ഇപ്പോൾ ചിപ്സൊക്കെയാണ് നമ്മൾ വറുത്തെടുക്കുന്നതെങ്കിൽ ഉപ്പ് കുടയും. ഈ വെള്ളത്തിന് ഓരോ ഉപ്പ് വെള്ളം കുടഞ്ഞാൽ മതി. ഇതിൽ പക്ഷേ ഉപ്പിൻ്റെ ആവശ്യമില്ല, അത് കാരണം നമ്മൾ വെള്ളം കുടഞ്ഞു. ഇനി എണ്ണ നല്ല വാലാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കണം. അപ്പോൾ ഉള്ളിലെ ആ ചൂടെല്ലാം പോയി അത്യാവശ്യത്തിന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ശർക്കര പനിയിലിട്ടിട്ട് ശർക്കര വരട്ടിയാക്കാൻ. നല്ലൊരു കിളിക്കുന്ന ശബ്ദമാണിത്. ഇതാ ഈ ശബ്ദമാണ് നമുക്ക് വേണ്ടത്. കളറും കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഞാൻ ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇനി നമ്മുടെ ഏത്തക്ക വറുത്തതൊന്ന് തണുക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ശർക്കര ഉരുക്കിയത് അരിപ്പയിലൂടെ അരിച്ച് അതിലെ മണ്ണും പൊടിയും ഒക്കെ മാറ്റാം. ഞാൻ നേരെ ഉരുളിയിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. പല പാത്രങ്ങളിലാക്കണ്ടല്ലോ. അടുപ്പ് കത്തിച്ചിട്ടില്ല, അപ്പോൾ ഉരുളി തണുത്ത് തന്നെ ഇരിക്കുക. അതേ അഴുക്ക് നോക്കിയേ, അത്യാവശ്യം അഴുക്കുണ്ട്, മതി.
അപ്പോൾ ഉരുളിയിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു, അരിച്ചിനി തീ ഇപ്പോഴാണ് ഞാൻ കത്തിച്ചു കൊടുക്കുന്നത്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. അതായത് ഇതിനകത്തേക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. എന്നിട്ട് രണ്ടും കൂടി കിടന്ന് ഇതിപ്പോൾ ഒന്ന് അലിഞ്ഞല്ലോ, അതിൻ്റെ കൂടെ ഇനി പഞ്ചസാരയും കൂടി അലിഞ്ഞ് ഒരു നൂൽ പാകമാകണം. ഒരു നൂൽ പാകമായി ഒരല്പം കൂടി ആയി വരുന്ന സമയത്താണ്, അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കഴിഞ്ഞ് ഒരല്പ സമയം കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക പീസസ് അത് അത്യാവശ്യം നന്നായിട്ട് തണുത്ത ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ ഈ ശർക്കര ഉരുളിയിലേക്കൊക്കെ ഒഴിച്ചത്. ഏത്തക്കയുടെ പീസസ് പെട്ടെന്നൊക്കെ തണുക്കാനായിട്ട് വേണമെങ്കിൽ ഒരു പേപ്പറിൽ നിരത്തിയിട്ടാലും മതി, ഒരു മുറത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നാവും. ഇതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇത്രയൊക്കെ മതിയാകും. ഒരു 10 പേർക്കുള്ള സദ്യയാണെങ്കിലും ഇത്രയും തന്നെ ധാരാളം മതി. ഇത് ആക്ച്വലി 10 പേർക്കൊന്നുമല്ല കേട്ടോ, ഒരു 10-25 പേർക്ക് ഇത്രയും ശർക്കര വരട്ടി തന്നെ ധാരാളം മതിയാകും. നമുക്ക് കുപ്പിയിലിട്ട് സൂക്ഷിക്കാമല്ലോ. ഇത് നോക്കി നന്നായി പതഞ്ഞ് വരുന്ന കണ്ടോ, പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിയട്ടെ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ. ശർക്കരയുടെ ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അല്ലാണ്ട് ഇച്ചിരി കൂടെ അതൊരു പ്രത്യേക ഭംഗിയാണ്, സ്വർണ്ണ നിറം. ഇപ്പോൾ നോക്കിയേ, ശർക്കരയും പഞ്ചസാരയും കൂടെയുള്ള മിശ്രിതം ഒരു നൂൽ പാകമായി കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു നൂൽ പാക ആയോ എന്ന് നോക്കാം. അപ്പോൾ ഒരു നൂൽ പാകമായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു നൂലായി. അപ്പോൾ ഒരു നൂലായി ഒരു 2 മിനിറ്റും കൂടി കഷ്ടിച്ച്, 2 മിനിറ്റ് തന്നെ വേണ്ട, 1-1.5 മിനിറ്റിനകത്ത് തീ ഓഫ് ചെയ്യണം. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകും. ഒരു നൂല് ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റാകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ അപ്പോൾ ഒരു നൂൽ പാകം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ദേ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഞാൻ തവി ഒന്ന് മാറ്റിയിട്ടുണ്ട്, ചട്ടുകം. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മുടെ ഈ മിശ്രിതം, അതായത് മധുരം, ശർക്കര ആൻഡ് ഷുഗർ മിശ്രിതം ഒന്ന് പറ്റിപ്പിടിക്കണം ഇതിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ആദ്യം ഒരു റൗണ്ട് ഇളക്കിയിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പൊടികൾ ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ ചുക്ക് പൊടിയും പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ചുക്കിൽ എത്രത്തോളം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് നോക്കാം ഈ ശർക്കര വരട്ടി. പിന്നെ ഏലക്കാപ്പൊടി, അതും ചിലർ 1/4 ടീസ്പൂണേ ചേർക്കുള്ളൂ, കാര്യം ഈ ചുക്കിൻ്റെ ടേസ്റ്റ് ഓവർ പവർ ചെയ്യാതിരിക്കാൻ ചിലർ 1/2 ടീസ്പൂൺ ചേർക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കും. ഏലക്കാപ്പൊടി ഒരു നുള്ള് ചേർക്കുന്നവരും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്തല്ലോ. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ്. ആഹാ, നല്ല മണം. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും കിട്ടണം. നന്നായിട്ട് കോട്ട് ചെയ്ത് ഈ ശർക്കര എല്ലാം നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിച്ചിരിക്കുന്ന രീതിയിലാകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇത് തണുക്കുന്നതോറും ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റായി വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം, ഒരു 1-1.5 ടീസ്പൂൺ വരെ ആകാം. പക്ഷേ ഇതിൻ്റെ കളർ കുറച്ചൊന്ന് കുറയും. ശർക്കര വരട്ടിയുടെ ആ ഒരു ഡാർക്ക് ബ്രൗൺ ഗോൾഡൻ കളർ കുറയും. അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, ഇതിൽ കംപ്ലീറ്റ് കോട്ടിങ് വരാനും നന്നായിട്ട് പിടിക്കണം. ഇതിൻ്റെ ചൂട് കുറഞ്ഞ് വരുവാണ്, അതിനനുസരിച്ചിട്ട് ഇതിലിങ്ങനെ പിടിച്ചിരിക്കും. അപ്പം അരിപ്പൊടി നിർബന്ധമില്ല, പക്ഷെ വേണമെങ്കിൽ ഒരല്പം, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. അല്ലാതെ തന്നെ ഇങ്ങനെ ടൈറ്റായി വരും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നാൽ മതി. അരിപ്പൊടി ഇട്ടാലും ഇട്ടില്ലെങ്കിലും ശർക്കര ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലൊരു കോട്ടിങ്ങായിട്ട് നമ്മുടെ ഏത്തക്കയുടെ മുകളിലുണ്ടാകും. പക്ഷേ ഒറ്റ കാര്യമായി ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പറ്റി അത് തണുക്കുന്നതിനനുസരിച്ചിട്ടാണത് ഇങ്ങനെ ആ ഏത്തക്കയുടെ പീസിലിങ്ങനെ കവറിങ് ആയിട്ട് മാറുന്നത്. പിന്നെ അരിപ്പൊടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഒരുപാടൊന്നും ഇടരുത്, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കളർ മാറും. അപ്പോൾ 1 ടീസ്പൂണൊക്കെ തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ചുക്കുപൊടിയുടെ ടേസ്റ്റാണ് ഇതിൽ കയറി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഏതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത് അതനുസരിച്ചിടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ശർക്കര വരട്ടിയൊക്കെ ശരിക്കും നമ്മളെല്ലാവരും തന്നെ
ഇവിടെയൊക്കെ സദ്യക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രൊപ്പോർഷൻ. പെർഫെക്റ്റ്ലി ഡൺ കാണുന്നുണ്ടല്ലോ, റെഡി. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ പൊടി ഇങ്ങനെ കാണും, അതാണ് നമ്മുടെ ശർക്കര വരട്ടിയുടെ പൊടി. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വല്ലാത്തൊരു ക്രൈസിസ് പീരീഡിലാണ്. നമുക്ക് ഓണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. എങ്കിലും വീട്ടിൽ ഉള്ള ആൾക്കാർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷത്തിന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ ശർക്കര വരട്ടിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ ഒന്നും വാങ്ങാൻ നിങ്ങൾ വെളിയിൽ പോകണ്ട. അപ്പോൾ പോകാൻ പറ്റുന്നൊരവസ്ഥയല്ലല്ലോ. അപ്പോൾ പച്ചയത്തൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തിരുവോണത്തിനെങ്കിലും ഒരു സദ്യ, ഒരു മിനി സദ്യയെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ ഉത്തരാടത്തിന് ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം സീരീസിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ച കൂട്ടത്തിൽ ഞാൻ കാണിക്കാത്ത 2-3 കാര്യങ്ങളാണ് ബോളി, പിന്നെന്താ ശർക്കര വരട്ടിയൊക്കെ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ശർക്കര വരട്ടി കാണിക്കുന്നത്. ഞാനിതിൻ്റെ ഒരു കരുതരിപ്പ് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെരി ക്രിസ്പി ആൻഡ് നൈസ്. ഈ ക്രിസ്പി ആയി ചിലത് കല്ല് പോലെ ഇരുന്നാലും കൊള്ളില്ല, കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിലും ശർക്കര വരട്ടി ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെയില്ല, നല്ല കരുവരുപ്പ് വേണം, പക്ഷേ മയം ഉണ്ടാകണം. കടിക്കുമ്പോൾ നല്ല പല്ല് പോകാത്ത രീതിയിലുള്ള ഒരു സോഫ്റ്റ്നെസ്, സോഫ്റ്റ് അല്ല, ക്രിസ്പിനെസ് ആൻഡ് ഗുഡ്, അങ്ങനെ ആയിരിക്കണം. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്, അതിങ്ങനെ ടൈറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിനൊന്ന് വിട്ട് വരുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ട്. ഇച്ചിരി വെയിറ്റ് ചെയ്യുക, അതിന് സമയം കൊടുക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ പാകത്തിന് വരും. ഇത് അല്പം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കി സൂക്ഷിക്കാം, ആയി കിടക്കാത്ത കുപ്പിയിൽ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ സന്തോഷമായി കാണുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഓണം സീരീസിലെ നമ്മുടെ ശർക്കര വരട്ടി അഥവാ ഉപ്പേരി ഉണ്ടാക്കുന്ന മെത്തേഡ്, സിമ്പിൾ മെത്തേഡ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.